കൊച്ചിയിൽ മഹാസമ്മാനമാസം ദിവസവും 50 പേർക്കായി 1 ലക്ഷം രൂപയുമായി ഈ വാരം പണവാരം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ TV. എന്റെ കൈ നോങ്ങിപ്പോയാ അതിവൾക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി ഇവള് ഞാനും ഒരു വീട്ടിൽ വാടില്ല. നീ ഇവിടെ സുഖിച്ച് ജീവിച്ചോടി, ഞാൻ ഒഴിഞ്ഞു തരുവാ. അമ്മേ പ്ലീസ് പോവല്ലേ, പറയുന്ന സുശീലേ പോവല്ലേടി, നീ വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. അമ്മേ പോകല്ലേടി, നീ അവിടെ നിക്കടി. സുശീലേ, അമ്മേ സുശീലേ. അമ്മേ നിക്ക്. എടാ മോനെ, നീ പോയി അമ്മയൊന്ന് സമാധാനിപ്പിക്കടാ. നടക്കില്ല ഭാനു അമ്മേ, എന്തോ മനസ്സിൽ കണ്ടുള്ള പോക്ക. ബ്രഹ്മാവിന് പോലും തടയാൻ പറ്റത്തില്ല. ശരിയാ, പാവം ആ കൊച്ചിന്റെ കാര്യം. ഇനി അതിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? എന്റെ മോളെ, അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ? നീയും അവളെ പോലെ തുടങ്ങിയാലോ? നീ ഇവിടെ വന്നു കയറിയവളാ. ഒന്ന് പൊരുത്തപ്പെട്ടു വരുന്നത് വരെ ഒരു മയത്തിലൊക്കെ വേണ്ട ഇടപെടാൻ. ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാ ബാനു അമ്മേ, സഹിക്കുന്നുണ്ട്. പക്ഷേ അച്ഛനെയും കൂടെപ്പറപ്പുകളെയും പറഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എനിക്ക് നിന്നെ മനസ്സിലാവും മോളെ. പക്ഷേ സുശീല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതേ നിനക്ക് ദോഷം ചെയ്യും. ഇന്ദ്രൻ അവന്റെ അമ്മയെ പുറത്തു വെച്ച് കണ്ട അത് അപകടമാ. അതിനു മുമ്പ് നീ സുശീലയെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ വിളിച്ച അമ്മ വരുമോ? ആ, നമുക്ക് നോക്കാം. കാല് പിടിച്ചായാലും വേണ്ടില്ല, കൊണ്ടുവന്നേ പറ്റൂ. നീ വാ മോളെ, വാ. അമ്മേ, അമ്മ ഇതെങ്ങോട്ടാ? ഞാൻ പോവാടി. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോവാ. എന്തു പറ്റിയമ്മേ? കാര്യം പറ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഏട്ടത്തിക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നോ? ഇതൊന്നും അല്ലടി, അവളുടെ തനി സ്വരൂപം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ കുടുംബമേ ശരിയല്ല. അവളുടെ ചേച്ചി നിന്റെ ചേട്ടന് മുക്കുമൊട്ടം തന്ന് പറ്റിച്ചവളല്ലേ. ആ തന്ത ഇന്ദ്രന്റെ കാശും മുക്കി. അല്ല, ഏടത്തിയെ പേടിച്ച് അമ്മ ഇറങ്ങി പോയാലെങ്ങനാ? ഞാൻ പേടിച്ചിറങ്ങിയതല്ലടി, അവളെ ഒരു പാഠം പഠിപ്പിക്കാനാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ദ്രനെ കൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. എങ്ങനെ? നീ വേഗം വീട്ടിലോട്ട് ചെല്ല്. ഇന്ദ്രൻ വരുമ്പോ അവളും ആ തള്ളയും സത്യനും ഒക്കെ കൂടി എനിക്കെതിരെ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ സത്യം എന്താണെന്ന് നീ നിന്റെ ഏട്ടനോട് പറയണം. ബാക്കി അവൻ നോക്കിക്കോളൂ. അതുവരെ അമ്മയോ? ഞാൻ ഈ അമ്പലത്തിൽ കാണും. ആരുമില്ലാത്തവർക്ക് ഇതല്ലേ അഭയം. മോള് വീട്ടിലേക്ക് ചെല്ലേ. ചെല്ലും മോളെ. വിഷമിക്കണ്ട, നമുക്ക് സുശീല എവിടെയാണെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എടി മോളെ, നീ വരുന്ന വഴിയെങ്ങാനും നിന്റെ അമ്മയെ കണ്ടോ? അവള് പിണങ്ങിപ്പോയി. ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാ. ഇറക്കി വിട്ടിട്ട് പിന്നെ അന്വേഷിച്ചു പോകുന്നത് എന്തിനാ? ഏട്ടത്തി ഒരു പാവമാണെന്നാ ഞാൻ വിചാരിച്ചത്. മിണ്ടാപ്പൂച്ച കലോടയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സോന, ഒന്നും പറയണ്ട. അമ്മ എന്നോടെല്ലാം പറഞ്ഞു. അമ്മ അമ്പലത്തിൽ കാണും.
വരുമെന്ന് തോന്നുന്നില്ല. അമ്മ മോളെ ശരിക്കും പിരികേറ്റി വിട്ടിട്ടുണ്ട്. വരുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ വാ മോളെ. ഭാനുവമ്മ ഇതൊക്കെ എത്ര കാലമായിട്ട് കാണുന്നതാ. വാ. ചെന്ന് പറ, അങ്ങോട്ട് അടുത്ത് എന്ന് പറ. അമ്മേ, സോറി അമ്മേ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനെന്തോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കണം. അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരണം. ആരടി നിന്റെ അമ്മ? അമ്മയോട് എങ്ങനെയാ പെരുമാറണ്ടേന്ന് നിനക്കറിയാവോ? എങ്ങനെ അറിയാനാ? നിന്നെയൊന്നും കൂടുതൽ സഹിക്കാൻ പറ്റാതെ അവര് നേരത്തെ പോയില്ലേ? അതൊക്കെ എന്റെ ഇന്ദ്രനെ കണ്ടു പഠിക്കണം. അവനെയും കൂടി തെറ്റിക്കാൻ നോക്കല്ലേ നീ? അമ്മേ പ്ലീസ്, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. ഇന്ദ്രേട്ടന് ഇതൊന്നും അറിയണ്ട. അമ്മ വീട്ടിലേക്ക് വാ. ഓ, അപ്പൊ അവനെ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്കിൽ അവൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. എന്നിട്ട് ആ വീടിന്റെ പടി ഞാൻ ചവിട്ടു. അതെങ്ങനെയാ സുശീലേ? നീ വീട്ടിൽ വരാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമോ? നമ്മുടെ വീട്ടിലെ വഴക്കും വയ്യാവേലിയും നമ്മൾ അറിഞ്ഞാ പോരെ? എന്തിനാ ഇവിടെ വന്നിരുന്ന് ഈ നാട്ടുകാരെ കൂടെ അറിയിക്കുന്നേ? ദേ തള്ളേ, നിങ്ങൾ വെറുതെ വക്കാലത്തിന് വരണ്ട. മരുമക്കളുടെ ആട്ടും തുപ്പും കൊണ്ട് വീടിന്റെ മൂലയെ കഴിയാൻ സുശീലയെ കിട്ടത്തില്ല. ഒന്നുകിൽ ഇവൾ, അല്ലെങ്കിൽ ഞാൻ. ആ വീട്ടിൽ ഇനി ആര് വേണമെന്ന് ഇന്ദ്രൻ തീരുമാനിക്കട്ടെ. ഭാനുവമ്മേ, എന്താ എന്നെ ചെയ്യാ? ഇന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ പറയാ? മോൾ എന്തായാലും വീട്ടിലേക്ക് പോ. എന്നിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം ഇന്ദ്രനോട് തുറന്നു പറയേ. മിണ്ടാതിരുന്ന അവന് സംശയം കൂടുകയുള്ളൂ. ഇന്ദ്രേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണ്ടേ ഭാനുവമ്മേ? അതൊക്കെ കാണിക്കും. നീ ഉറച്ചു നിന്നാ മതി. മോളെ കണ്ട സുശീല ഇതുപോലെ പിടിതരാതെ നടക്കേയുള്ളൂ. നീ പോ, ഞാൻ അവളെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുത്തോളാം. മോള് പോ. രഘുവേട്ട, ഒന്ന് എണീറ്റേ. എന്തുവാടി? രഘുവേട്ടൻ ഇങ്ങനെ കിടന്നുറങ്ങാനാണ് ഭാവമെങ്കിലേ ഞാൻ എന്റെ വീട്ടിൽ പോവേ. എടി സോറി എടി, ഞാൻ ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി. മനസ്സിന്റെ വിഷമം കൊണ്ടാ. രഘുവേട്ടന് വിഷമം വന്നാ കുടിക്കാം. ഞാൻ എന്ത് ചെയ്യും? പോയി ചാവട്ടെ. നീ വിഷമിക്കാതെടേ. ഇനി ഞാൻ കുടിക്കില്ല അമ്പിളി. നിന്റെ കൂടെ ഞാനുണ്ട്. രഘുവേട്ടൻ ഇന്നലെ എന്തിനാ കുടിച്ചേ? ഇന്ദ്രന്റെ കാശിന് പകരം സ്വർണം കൊടുത്തു ഞാൻ പറഞ്ഞതല്ലേ? അത് അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള പണവും കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആളല്ലേ? അതേടി, കുറച്ച് കാശ് എനിക്ക് പല ഭാഗത്തുനിന്നും കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ ഒരുത്തനും എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിച്ചില്ല. ഇനി ആരെയും ഒന്നിനും പ്രതീക്ഷിക്കേണ്ട രഘുവേട്ടാ. സ്വന്തക്കാര് പോലും നമ്മളെ മനസ്സിലാക്കുന്നില്ല, പിന്നെയല്ലേ അന്യര്. എന്തായാലും ഇന്ദ്രന്റെ 2.5 ലക്ഷം തിരിച്ചു നൽകി ആ സ്വർണം ഇങ്ങോട്ട് വാങ്ങണം. അത് രഘുവേട്ടന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അതിന് പണം വേണ്ടേ അമ്പിളി? എനിക്ക് അച്ഛൻ തന്ന കുറച്ച് സ്വർണം ഉണ്ടല്ലോ, അത് ഞാൻ തരാം. കൊണ്ടുപോയി പണയം വെച്ചോ വിറ്റോ ഇന്ദ്രന്റെ കാശ് ഇപ്പൊ തന്നെ കൊടുക്കണം. അമ്പിളി അത്
രഘുവേട്ടാ എണീറ്റ് വേഗം പോയി കുളിച്ചിട്ട് വാ. എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. ആരുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. രഘുവേട്ടന് സ്വന്തമായിട്ടൊരു തൊഴിലെങ്കിലും ഉണ്ട്. ഇപ്പൊ അതുപോലെ ഇല്ലാത്തവനാ ഇന്ദ്രൻ. അവന്റെ മുമ്പിൽ എന്റെ രഘുവേട്ടൻ തോക്കാൻ പാടില്ല. നമ്മുടെ അനുവിന് കിട്ടിയത് അവനെ പോലത്തെ ഒരുത്തനായി പോയല്ലോടി. അത് അവളുടെ തലയിലെഴുത്താ. രഘുവേട്ടൻ ചെന്ന് കുളിച്ചിട്ട് വന്നേ. ഓ രഘുവേട്ടാ. ഇന്ദ്രേട്ടാ സ്വർണ്ണമൊക്കെ ഒറിജിനല്ല. കൊണ്ടുപോയി വെച്ചേക്ക്. കൊണ്ടുവയ്ക്കാനല്ല പറഞ്ഞേ. അമ്മയുടെ സോന കിടക്കുവാണോ? ചോദിച്ചത് കേട്ടില്ലേ? അമ്മ എവിടെയെന്ന്? അമ്മ ഇവിടെ ഇല്ല ഏട്ടാ. ഏട്ടത്തിയോട് പണങ്ങി അമ്മ വീട് വിട്ടു പോയി. അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നോ? അതെ, ഏട്ടത്തി അമ്മയോട് കയർത്ത് സംസാരിച്ചു എന്നാ പറഞ്ഞത്. ഡേ, നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ പറയാം. ഏട്ടാ, ഏട്ടൻ ഗോൾഡുമായി ഇവിടുന്ന് പോയതിനു ശേഷം അമ്മ ഏട്ടത്തിയെയും ഫാമിലിയെയും കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. ചുമ്മാതെ ഏട്ടാ. സത്യേട്ടൻ എപ്പോഴും അമ്മയെ കുറ്റപ്പെടുത്താനല്ലേ നോക്കൂ. ഏട്ടത്തി കാണിച്ചതൊക്കെ അമ്മ പുറത്തു വെച്ച് എന്നോട് പറഞ്ഞു. അമ്മ അമ്മയെ ന്യായീകരിച്ചല്ലടി പറയൂ. ഏട്ടത്തി പ്രതികരിച്ചത് അവസാന നിമിഷം മാത്രമാ. ആരായാലും ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ? നിർത്തടാ. അമ്മയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തർക്കിക്കാതെ അമ്മ എവിടെ ഉണ്ടെന്ന് പറ. ഏട്ടൻ വാ, അമ്മയെ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മയ്ക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഞാൻ വരും. ഏട്ടത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? സമാധാനമായിട്ടിരിക്കെ. വാ ഏട്ടാ. അമ്മേ, അമ്മ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വാ, വീട്ടിലേക്ക് പോ. ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇന്ദ്ര. എന്താ അമ്മ ഇത്? അത് അമ്മയുടെ വീടാ. എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട കാര്യമില്ല. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ നിനക്ക് അവിടെ സ്വസ്ഥത ഉണ്ടാവില്ല മോനെ. നീ നിന്റെ ഭാര്യയും അവിടെ സന്തോഷമായിട്ട് ജീവിക്കേ. എനിക്ക് വയസ്സായില്ലേ, ഇനി വയ്യ. വല്ല ആശ്രമോ വൃദ്ധസദനോ നോക്കിക്കോളാം ഞാൻ. അവൾ അമ്മയോട് എന്താ പറഞ്ഞേ? എന്തിന്റെ പേരിൽ അമ്മ ഇറങ്ങി വന്നത്? പറ. ഇന്നത്തോടെ അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. വേണ്ടടാ, വേണ്ട. ഞാൻ ഏഷനെ കൂട്ടിത്തന്ന് നിന്റെ ഭാര്യയുടെയും ജീവിതം തൊലച്ചൂന്ന് എല്ലാവരും പറയും. ഇനി അതുകൂടി കേൾക്കാൻ ഈ അമ്മയ്ക്ക് വയ്യ. ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മക്കളാരും ഇന്നേ വരെ എന്നെ തെറ്റുകാരിയായി കണ്ടിട്ടില്ല. എന്നാലിപ്പോ ഞാനാണോ കുഴപ്പക്കാരി എന്ന മട്ടില നിന്റെ അനിയൻ പോലും പെരുമാറുന്നത്. എന്തിനാടാ വെറുതെ ഈ പാപമൊക്കെ ഞാൻ തലയിൽ കയറ്റി വെക്കുന്നത്? എന്നെ വിട്ടേക്ക്. ഇല്ലമ്മേ, ആരമ്മയെ തള്ളി പറഞ്ഞാലും ഇന്ദ്രൻ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും. കേട്ടില്ലേ സുശീലേ? നിന്റെ മൂത്ത മകനാ നിന്നോട് പറയുന്നത്. ഇതിനപ്പുറം നിനക്ക് എന്തു വേണം? നീ എഴുന്നേറ്റ് വാ. എന്നിട്ട് ആ വീട്ടിലേക്ക് തന്നെയല്ലേ ഞാൻ വരേണ്ടത്? അവൾ അവിടെ തന്നെ കാണൂലേ? അവൾ ഇന്ദ്രന്റെ ഭാര്യയല്ലേ സുശീലേ? എന്തോ വാവിട്ട് പറഞ്ഞു പോയതിന് അവള് നിന്നോട് വന്ന് മാപ്പ് പറഞ്ഞില്ലേ?
ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നിടത്തേ ജീവിതം ഉണ്ടാവുള്ളൂ സുശീലെ. അയ്യോ എന്നെ വിട്ടേക്ക് തള്ളേ. ജീവിക്കുന്നെങ്കിൽ സുശീല ഭൂമിക്ക് മുകളിൽ തന്നെ ജീവിക്കും. ആരുടെയും ചവിട്ടടിക്കുള്ളിൽ ഇന്നു വരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കത്തുമില്ല. ഞാനൊരു പഴഞ്ചനാ. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിയും എടുക്കുമെന്ന് എനിക്കില്ല. ഞാൻ കണ്ടത് മുഖത്ത് നോക്കി പറയും. അതിന്റെ പേരിൽ മരുമോള് കൊണ്ടുപോയി കേസ് കൊടുത്ത് എന്നെ ജയിലിലടപ്പിച്ച എന്റെ മകന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ അതുവരെ എത്തിയ കാര്യങ്ങളല്ലേ? ഇനി അവളുള്ള വീട്ടിൽ അമ്മ വരണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. എന്തു വേണമെന്ന് എനിക്കറിയാം. അനു, അനു, ദാ വരുന്നു. ഒന്ന് വന്നേ. ഏട്ടാ, അമ്മ വന്നില്ലേ? എന്താ ഇന്ദ്രേട്ടാ? എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തോ. എന്തിനാ ഇന്ദ്രേട്ടാ? ആദ്യം പറയണ അനുസരിക്ക്. ചെന്ന് നിന്റെ സ്വർണ്ണ അടക്കം എല്ലാം പെട്ടിലാക്കി കൊണ്ടുവാ. വരാൻ പോയിട്ട് പാടി. ഏട്ടാ, ഏട്ടൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അല്ല നിന്നോട് പറയണോ? ഏട്ടാ, ഒരാവേശത്തിന് കിണറ്റിലെടുത്ത് ചാടിയാ അതുപോലെ തിരിച്ചു കയറാൻ പറ്റിയെന്ന് വരില്ല. അതെല്ലാവരും ആലോചിക്കണം, നീ അടക്കം. വാ പോവാം. എങ്ങോട്ടാ ഇന്ദ്രേട്ടാ? നിന്റെ വീട്ടിലേക്ക്. നീ ഇനി അവിടെ നിന്നാ മതി. ഏട്ടാ, ഒരു കുടുംബമാകുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതാണോ പ്രതിവിധി? എനിക്ക് ഇവളേക്കാൾ വലുത് എന്റെ അമ്മയാണ്. ഞാൻ അമ്മയോട് ഇനി ഒരു വഴക്കിനും പോയില്ല ഇന്ദ്രേട്ടാ. ഒരു തവണ എന്നോട് ക്ഷമിക്ക് പ്ലീസ്. നിന്നോടല്ലേ വരാൻ പറഞ്ഞത്? വരാൻ. അനുമോളെ കൊണ്ട് എവിടെ പോവുക ഇന്ദിര? ഇവളെ കൊണ്ടുവന്നിടത്ത് തന്നെ തിരിച്ചുകൊണ്ടാക്കാൻ പോവാ. എന്താ? എടാ മോനെ ഇന്ദിര, നീ ദൈവദോഷം കാണിക്കരുത്. നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. വണ്ടി കയറി. മോളെ അനു, നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ മോളെ. സാരമില്ല ഭാനുമ്മേ, എന്റെ വിദ്യ ഞാൻ സഹിച്ചല്ലേ പറ്റൂ. മോനെ ഇന്ദിര, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഇവളെ കൊണ്ടുവിടുന്നത്. അമ്പിളി ചേച്ചി ഇത്ര ബോൾഡാണെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. രഘുവേട്ടനെ ഇൻസൾട്ട് ചെയ്ത് ഇന്ദ്രേട്ടൻ സംസാരിച്ചപ്പോ അമ്പിളി ചേച്ചിയുടെ പെർഫോമൻസ് നീ കാണണായിരുന്നു. അങ്ങനെ ആയിരിക്കണം സ്ത്രീകള്. സ്വന്തം ജീവിത പങ്കാളിയെ ആരുടെ വിമർശനത്തിന് വിട്ടുകൊടുക്കരുത്. അനുചേച്ചിയുടെ കാര്യത്തിൽ തിരിച്ചു സംഭവിച്ചതോ? ഇന്ദ്രേട്ടനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തല്ലേ നടന്നത്. ഇന്ദ്രേട്ടൻ നല്ലയാളാ, പക്ഷേ അമ്മയെ പേടിയാണെന്ന് എനിക്ക് തോന്നിയത്. ആ പേടി അനുചേച്ചി മാറ്റിയെടുക്കണം. അയ്യോ, പറഞ്ഞു തരുന്നതിന് മുമ്പ് രണ്ടാൾ എത്തിയല്ലോ.
നിങ്ങൾക്ക് നല്ല ആയുസാ. ഞങ്ങളിതേ പറഞ്ഞ് നാക്കെടുത്തില്ല. ഹായ് ഇന്ദ്രേട്ടാ. എന്താ ചേച്ചി, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ചേച്ചി എന്താ ബാഗുമായിട്ട്? രണ്ടാളും എവിടെയെങ്കിലും പോവാണോ? അല്ല, ചേച്ചി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അച്ഛനില്ലേ? മുറിയിലുണ്ട്, കിടക്കുവാ. മഞ്ചാടി, നീ ചെന്ന് അച്ഛനെ വിളിക്കും. ഞാൻ ചായ എടുക്ക. ആരോ വന്നു തോന്നി. പക്ഷേ അത് ഇന്ദ്രനും മോളുമാണെന്ന് കരുതിയില്ല. എന്തായാലും വഴക്കൊക്കെ മറന്ന് രണ്ടാളും വന്നല്ലോ, സന്തോഷായി. എന്താ രണ്ടാളും വല്ലാതിരിക്കുന്നേ? ഇന്ദ്ര വീണ്ടും എന്തെങ്കിലും? മോളോട് ചോദിക്കേ, അവള് പറയും. എന്താ മോളെ?